അവര് പിടിച്ചതൊന്നുമല്ല, വണ്ടി വന്ന് കയറണമെന്ന് പറഞ്ഞപ്പോ നല്ല വണ്ടി, നല്ല ഊട്ടയൊക്കെ ഉള്ള പോലീസ് ജീപ്പ് കണ്ട് ആസ്വദിച്ച് കയറിയതാണ്. ജീപ്പ് ഈ ഇല കൊണ്ടുവന്ന് ഇടണത് ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പൊ അതിനകത്ത് സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പെറുക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ എന്നോട് ചേച്ചി ചോദിക്കും, നീ ഇതൊക്കെ എങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യണു കുട്ടി? നമസ്കാരം. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ തളരുകയും കരയുകയും എന്തിന് ആത്മഹത്യ ചെയ്യണമെന്ന് വരെ ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗങ്ങൾക്കിടയിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. നമുക്ക് തന്നെ അറിയാം, നമുക്ക് ചുറ്റുമുള്ള പലരും അങ്ങനെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യമൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഓരോ ദിവസവും ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലും നാളെ നല്ലൊരു ദിവസമായിരിക്കും, അല്ലെങ്കിൽ ഇന്ന് അത് വന്നത് നാളത്തേക്ക് എനിക്കൊരു പാഠമാണ്, അല്ലെങ്കിൽ എനിക്കിതിനേക്ക് അതിജീവിക്കാൻ സാധിക്കും എന്നൊരു ധൈര്യത്തോടെ, ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ജീവിക്കുന്ന വളരെ വ്യത്യസ്തമായ ചിന്താഗതികളുള്ളൊരു ആളെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ആളുടെ പേരാണ് രാജമ്മ വേണു എന്നുള്ളത്. നമുക്ക് അവരെ പരിചയപ്പെടാം. ചേച്ചി നമസ്കാരം. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പോൾ കേൾക്കുന്നത്, ഇപ്പം ഞാൻ ഉൾപ്പെടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതെങ്ങനെയാണ് മറികടക്കുക, ഇതൊക്കെ മടുത്തു എന്ന് തോന്നുന്ന ഒരു വലിയ വിഭാഗത്തിൻ്റെ ഇടയിലാണ് നമ്മൾ ജീവിക്കുക. പക്ഷെ ചേച്ചിയുടെ കഥകൾ പലപ്പോഴും കേൾക്കുമ്പോൾ, ചേച്ചി അല്ലെങ്കിൽ നമ്മളോടൊക്കെ സംസാരിക്കുമ്പോൾ അങ്ങനെയൊന്നും അല്ല, നമ്മളൊക്കെ ചിന്തിച്ചത് എന്ത് നിസ്സാരമായിട്ടാണ്, നമ്മളെത്ര നിസ്സാരമാണെന്ന് തോന്നുന്ന ചേച്ചിയുടെ ഓരോ വാക്കുകൾ കേൾക്കുമ്പോൾ തോന്നാറുണ്ട്. അപ്പോൾ ചേച്ചി എങ്ങനെയാണ്, ചേച്ചിയുടെ എപ്പോഴത്തെ ജോലി എന്താണ്, ചേച്ചി എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്, ഇതൊക്കെയാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഇത് കൊണ്ട് ഒരുപാട് പേർക്ക് ഇതൊന്നും ഞങ്ങൾ അനുഭവിക്കുന്നൊന്നും പ്രശ്നമല്ല, അതിനേക്കാൾ അപ്പുറം ഫേസ് ചെയ്ത ആളുകൾ ഇവിടെ പുലി പോലെ നടക്കുന്നുണ്ട് എന്ന് ഒരു ധൈര്യം എല്ലാവർക്കും കൊടുക്കാൻ നമുക്ക് ഈ ഒരു എപ്പിസോഡിലൂടെ പറ്റണം. അതാണ് നമ്മൾ ചേച്ചീനെ ഈ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാനുള്ള കാരണം. അപ്പോൾ അതെന്താ, ചേച്ചിയുടെ ജീവിതം എങ്ങനെയാണ്, എന്തായിരുന്നു, അതൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. വൈക്കാശ്ശേരി അമ്പലത്തിൽ കല്യാണം ഉണ്ടെന്ന് കേട്ടാൽ ഞാനും എൻ്റെ കൂട്ടുകാരും സൈക്കിൾ കൊടുത്ത് പായും ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ ചില ആൾക്കാർ ഞങ്ങളെ കയറ്റത്തില്ല. അപ്പൊ ഈ ഇല കൊണ്ടുവന്ന് ഇടണത് ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പൊ അതിനകത്ത് സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പെറുക്കി എടുത്തിട്ടുണ്ട്, ഞാൻ തിന്നിട്ടുമുണ്ട്. അത്രക്കൊരു സാഹചര്യത്തിൽ വളർന്ന ഒരാളാണ്. പക്ഷെ അത് പുറത്ത് ഞാൻ ആരോടും എൻ്റെ വീട്ടിലും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഞാൻ ആലപ്പുഴയിൽ പോയി, വീട്ടിൽ വന്നു. അത് കഴിഞ്ഞപ്പോൾ ഇവർ കോട്ടയത്തിന് പോയി. അപ്പം അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് നല്ല വസ്ത്രമുണ്ട്, നല്ല ഫുഡുണ്ട്. ഏട്ടൻ വന്നു. ഏട്ടൻ ചോദിച്ച്, മോളെ തല്ലുവോ? ഇല്ല ഏട്ടാ, തല്ലിയൊന്നുമില്ല, എന്നെ ഇഷ്ടമെന്നറിയാവോ, അവിടെ ഗ്രാമ്പു ഉണ്ട്, ഏലക്കയുണ്ട്, എല്ലാം ഉണ്ട്. ഗ്രാമ്പു ഓടിക്കാൻ എന്നെ സുഖമെന്നറിയാവോ, ഇങ്ങനെ 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 ഓടിക്കാം. പറിച്ചെണ്ണ വന്നിട്ട് ഇടുന്ന ഗ്രാമ്പു അത് ഒടിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ ഇത് കണ്ടുകൊണ്ട് അവിടുത്തെ അമ്മച്ചി അപ്പച്ചനും, അമ്മച്ചി എന്നൊക്കെയാണ് വിളിക്കണം, ആലപ്പുഴയിൽ നിന്ന് ഞങ്ങൾ കോട്ടയത്തോട്ട് പോയി. അങ്ങനെ സ്ഥലം മാറ്റം കിട്ടി, കോട്ടയത്തോട്ട് പോയി. കോട്ടയത്തോട്ട് പോയപ്പോൾ എനിക്ക് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാനേ ഇഷ്ടമല്ല. അത് ഇഷ്ടപ്പെട്ടു ആ സ്ഥലം എന്ന് വെച്ചാൽ ഗ്രാമ്പുണ്ട്, കൊക്കോയുണ്ട്, ഇതുണ്ട്. കൊക്കോ പറിക്കുക, വെട്ടുക, അത് ചപ്പി തിന്നുക, അത് പൊളിച്ചിട്ട് മിഠായി ഉണ്ടാക്കും. അപ്പം എന്നോട് ചേച്ചി ചോദിക്കും, നീ ഇതൊക്കെ എങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യണ കുട്ടിയെന്ന് ചോദിക്കും. അരയില്ല ഈ കൊക്കോ, റബ്ബർ പോലെ ഇങ്ങനെ ഇങ്ങനെ വരും, പച്ച കൊക്കോ. അപ്പം ഞാൻ പറയും, എനിക്ക് ഇച്ചിരി പാൽപ്പൊടി മേടിച്ചു തരുമോ? എഴുതാനും വായിക്കാനും അറിയില്ലെങ്കിൽ ഈ ബുക്കും അതും ഇതും അവർ TV വെക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഇരിക്കും, തൂർച്ച കണ്ണുമായിട്ട്, ബബിൾ കണ്ണുമായിട്ടിരിക്കും. ഒക്കെ നോക്കിയിട്ട് അതൊക്കെ ഉണ്ടാക്കുമായിരുന്നു. മിഠായി ഉരുട്ടി പിള്ളേർക്ക് കൊടുക്കുമല്ലോ. അങ്ങനെ ആ പിള്ളേരുമായിട്ടൊക്കെ യോജിച്ച് അങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടെ ഒരു പയ്യൻ തോട്ടം, അവൻ റബ്ബറിനൊക്കെ മരുന്നടിക്കാനുള്ള ഹെലികോപ്റ്ററാണ് വരും. അപ്പോൾ അവന് രാജൻ എന്നായിരുന്നു പേര്. അപ്പോൾ പുള്ളി എന്നോട് പറയും, എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പുള്ളി പുറത്തോട്ട്, പുള്ളിയുടെ അച്ഛൻ രണ്ടാമത് കെട്ടിയ ഇട്ട് ഇവൻ ആ അമ്മയോട് രണ്ടാനമ്മ അത്രക്ക് ഇതെല്ലാം അങ്ങോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അവൻ. അപ്പോൾ അവനിങ്ങനെ അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇവന് ഭയങ്കര ഇഷ്ടമാണ്. ഇവന് എവിടെ പോയാലും എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെന്ന് വരും. അപ്പം എനിക്ക് അവനോട് എൻ്റെ ഒരു ഏട്ടൻ്റെ കൂടപ്പറപ്പിനെ പോലുള്ള സ്നേഹമായിരുന്നു. അവനെ ഒരു ദിവസം കണ്ടില്ലെങ്കിലും നമുക്ക് വിഷമമാണ്. അപ്പം പറയും, എടി എനിക്ക് മരുന്നടിക്കാനുണ്ടായിരുന്നടി, അങ്ങനെ എടി ഇങ്ങനെ. പക്ഷെ അവൻ്റെ ഉദ്ദേശം വേറെയായിരുന്നു. അത് നമ്മൾ അറിയുന്നില്ല. പക്ഷെ അപ്പച്ചനും അമ്മച്ചിക്കും അറിയായിരുന്നു.
അവർ അവനോട് ഇങ്ങനെ വന്നു. അപ്പോൾ അവൻ ജീപ്പിൽ പോകുമ്പോൾ എന്നെ ജീപ്പിൽ അതായിരുന്നു എനിക്ക് ഏറ്റവും വലിയ ത്രില്ലെന്ന് പറയും. ജീപ്പിൽ കയറി ഡ്രൈവ് ഞാൻ ഇതാക്കും. അപ്പം ബ്രേക്ക് ചവിട്ടാനൊന്നും അവൻ തരത്തില്ല. സ്റ്റിയറിംഗ് ഒക്കെ പിടിക്കും. പിടിക്കും. കയറി ഇരുന്നിട്ട് അത് ഇങ്ങോട്ട് തിരിക്കേണ്ടതാണെങ്കിൽ ഞാൻ അങ്ങോട്ട് തിരിക്കും. അപ്പോൾ അവൻ പറയും അയ്യോ മലയാണിത് എന്ന് പറയും. ഇങ്ങനെ തട്ട് പോലെയുള്ള കോട്ടയം ഇങ്ങനെ തട്ട് പോലെയുള്ള കോട്ടയം മാമല ആ സ്ഥലം. അപ്പോൾ അവൻ പറയും എടി പെണ്ണുമ്പോൾ എന്നെ കൊല്ലല്ലേന്ന് ഇങ്ങനെ പറയും. ഞാൻ പറയും എന്തുവാടാ ചെവിക്കൊക്കെ പിടിക്കും. ഞാൻ പെണ്ണുപിള്ളേന്നൊന്നും വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്നെ വേറെ എന്ത് വിളിച്ചാലും കുഴപ്പമില്ല. അവനും വിളിക്കുമായിരുന്നു ഇതൊരു റൗഡിയാണ്, റൗഡി രാജമ്മ. അപ്പൊ ഞാൻ പറയും എടാ ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ആ ജീപ്പിലൊക്കെ ഇങ്ങനെ ഓടിച്ചും പിടിച്ചു അവരുടെ വീട്ടുപണിയെടുത്ത് ലീജൻ വർക്കിന് നമ്മുടെ മദർ ത്രേസ്യനെ കണ്ടിട്ടുണ്ട് ഞാൻ. അത് ജീവിതത്തിൽ ഞാൻ എല്ലാം ചുരുക്കി പറയുകയാണ്. ഒന്നിലോട്ട് അങ്ങോട്ട് കടക്കുവാണ്. അപ്പോൾ മദർ വരുമ്പോൾ മദർ ഇക്ക കൂടണമൊന്നും കഴിക്കത്തില്ല. വെണ്ടക്ക വഴുതനക്ക അങ്ങനെയുള്ളതൊന്നും തിന്നില്ല. അങ്ങനെ ഒരു സിസ്റ്ററായിരുന്നു ആ സിസ്റ്റർ. അപ്പോൾ ആ സിസ്റ്റർ എനിക്കൊരു കാശ് രൂപം തന്നിരുന്നു. അതെൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഇന്നാൾ വരെ അത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. വീടെല്ലാം നഷ്ടപ്പെട്ടു പോയപ്പോൾ എൻ്റെ വെള്ളം കയറി എൻ്റെ വീട് ഷെഡ് ഇപ്പോൾ പോയപ്പോൾ ആ കൂട്ടത്തിൽ പോയത് അതെല്ലാം പോയി. അപ്പോൾ അങ്ങനെ ആ ജീപ്പിലും എല്ലാത്തിനും എൻ്റെ ആങ്ങളെ വിളിച്ചാലും ഞാൻ വീട്ടിൽ പോകത്തില്ല. ഇവര് തൈക്കാട്ടുശ്ശേരിക്ക് പോകുമ്പോൾ ആ കാറിൽ കയറി പോകും, അവരുടെ കൂടെ തിരിച്ചു പോരും. അപ്പോൾ അമ്മയ്ക്കും ഒക്കെ അത് കഴിഞ്ഞപ്പോൾ ഒരു ഹാപ്പി ആയിരുന്നു. പിന്നെ ഇടയ്ക്ക് അവിടെ ചെല്ലുമ്പോഴാണേലും പഴയ തൊഴിലേയും കളയാൻ ഞാൻ അന്നും മനസ്സാണിച്ചിട്ടില്ല. 2 ദിവസമോ 3 ദിവസമോ ഇവർ വെക്കേഷന് വരുമ്പോൾ എൻ്റെ വീട്ടിൽ പോയി നിന്നാൽ കപ്പലണ്ടി ആയിട്ട് പോകും. എല്ലാ ദിവസവും അധ്വാനമാണ്. ഒരു ദിവസവും വെറുതെ ഇരിക്കില്ല. അത് ഇപ്പോഴും. പിന്നെ എങ്ങനെയാ കോട്ടയത്ത് നിന്ന് പോരുന്നത്? കോട്ടയത്ത് നിന്ന് പോകുന്ന എൻ്റെ കല്യാണം ഉറപ്പിച്ചിട്ടാണ്. കല്യാണം ഉറപ്പിക്കണം എന്ന് പറഞ്ഞാൽ അതൊരു വിചിത്ര കല്യാണമായിരുന്നു. എൻ്റെ ഏട്ടൻ ഈ കഷ്ടപ്പാടും ദുരിതത്തിൽ നിന്നൊക്കെ കര കയറി ഒരു ബസ് മേടിച്ചു. എറണാകുളം ഓടുമായിരുന്നു. ആ എറണാകുളത്ത് ബസ്സിൽ ഓടിയപ്പം ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു. എൻ്റെ ഏട്ടന് പ്രായമായ ഒരു കല്യാണത്തിൻ്റെ ഒക്കെ ഒരു സമയമായിട്ടുണ്ടായിരുന്നു. ആ പുള്ളി പറഞ്ഞു ഏടാ എൻ്റെ ഒരു ബന്ധുവുണ്ട്, സാമ്പത്തികമൊക്കെ വളരെ മോശമാണ്, നിനക്ക് ആ ഒരു കുട്ടിയെ കെട്ടി ഒരു ജീവിതം കൊടുക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ വീട്ടിൽ വന്ന് അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു മോനെ നിനക്കൊരു കല്യാണം പറഞ്ഞ് ശരിയാക്കി വെച്ചിട്ടുണ്ട് ഇളയച്ചൻ എന്ന് പറഞ്ഞു. അമ്മ ഒരു പാവപ്പെട്ട ഒരു കുട്ടിക്ക് ജീവിതം കൊടുക്കണമെങ്കിൽ എന്നാൽ ഇളയച്ചനും എൻ്റെ ചേച്ചി അന്ന് വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം കഴിക്കണത് എൻ്റെ ചേച്ചീനെ. ചേച്ചിയുടെ കഷ്ടപ്പാടും ദുരിതവും ചേച്ചി ചവിട്ടി നെയ്യാനൊക്കെ പോകുമായിരുന്നു. ചവിട്ടി നെയ്യാൻ എനിക്കും അറിയാം, ഏട്ടനറിയാം. ഏട്ടന് ഉണ്ട ചീറ്റാനും അതിനും ഇതിനൊക്കെ ഒരുപാട് ഞങ്ങൾ ഫാമിലി 3 എണ്ണവും കിടന്നുണ്ട്. പക്ഷെ ഏട്ടനും ചേച്ചിയൊന്നും എൻ്റെ അത്രയും പോരാ. പറയാതെ ഇരിക്കാൻ എൻ്റെ കൂടെപ്പിറപ്പാണ്, പക്ഷെ പോരാ. ഞാനതല്ല. ഞാൻ പാടത്ത് പണിക്ക് പോകും, പെര മേയാൻ പോകുമ്പോൾ പെൺകുട്ടിയായിട്ടല്ല പോകുന്നത്. അന്നും ഉണ്ട് ഇന്നും ഉണ്ട് എനിക്ക് വസ്ത്രങ്ങളോടൊരു കമ്പം. അന്ന് ഞാൻ മേടിക്കാൻ ഈ എന്താ പറയുക കാക്കാലയത്തിൻ്റെ ഇതാണ് വാങ്ങിക്കണമെങ്കിലും ഞാൻ കൈ കൊണ്ട് ആ ഉടുപ്പ് പാൻറ് പോലെ തയ്ക്കുന്ന ഒരു വ്യക്തിയാണ്. ഉടുപ്പ് വാങ്ങിച്ചത് പാൻറ്റാക്കും. എന്താന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ആ ഈ പാവാടയുടെ ഇതെടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ തയ്ച്ചിട്ട് ഇവിടെ ഇങ്ങനെ ആക്കും. അത് വേറെ ഒന്നിനുമല്ല, സൈക്കിൾ ചവിട്ടി നടക്കുന്നതാണ് ഞാൻ. അല്ലാണ്ടുള്ള സ്വയം രക്ഷയായിരുന്നു അതൊക്കെ. അത് നമ്മൾ അന്നും നോക്കും. അപ്പൊ അത് തയ്ച്ചിട്ട് നമ്മൾ ഈ കാലൊക്കെ എടുത്ത് ഇങ്ങനെ ഇടുമ്പോൾ നമുക്കുള്ള വസ്ത്രമല്ലേ അങ്ങനെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പൈസയുടെ കുറി കൂടാൻ തുടങ്ങി. ഈ കപ്പലണ്ടി വിറ്റ് കിട്ടണം, അത് രഹസ്യ സമ്പാദ്യമാണ്. ഇപ്പോഴും ഉണ്ട് ആ ശീലങ്ങൾ. ഒരു പൈസയുടെ കുറി കൂടിയാൽ അത് തീരുമ്പോൾ കിട്ടുന്നത് ചിലപ്പോൾ 25 രൂപ 10 രൂപയൊക്കെയാണ്. അത് കിട്ടുമ്പോൾ ഞാൻ ആദ്യം ചെന്നിട്ട് കടയിൽ ചെന്നിട്ട് ചോദിക്കും ജീൻസ് ഉണ്ടോ? ഉണ്ടല്ലോ മക്കളെ, വാ വാ വാ. എടുത്തിടുമ്പോൾ അവർ വലിയ കാട് പറയും ചേട്ടാ എൻ്റെ കയ്യിൽ ഇത്രയും കാശുള്ളൂ, എനിക്കൊരു ജീൻസും ഷർട്ടും തരുമോ? അപ്പോൾ ചിലവർ നമ്മളെ ആട്ടിപ്പായിക്കും, ചിലവർ പറയും അതിൻ്റെ ആഗ്രഹമല്ലേ പഴയത് സ്റ്റോക്ക് കളഞ്ഞതുണ്ടെങ്കിൽ അതിന് കൊടുക്കാം.
എന്ന് പറഞ്ഞിട്ട് തരുന്നവരുണ്ട്, കാശ് മേടിക്കാത്തവരുണ്ട്. പൂച്ചാക്കെ പോകും അതിന്, പൂച്ചാക്ക മാർക്കറ്റിൽ. അവിടെ പോയിട്ട് അതൊക്കെ മേടിച്ച് ഞാൻ ഇട്ടുകൊണ്ട് വരുമ്പോൾ അമ്മ ചോദിക്കും, മോനെ ഇത് എവിടുന്നാ എടുത്തത്, ആരുടെയാ എടുത്തത്? ഞാൻ പറയും ഇല്ലമ്മ എടുത്തില്ല. അമ്മ എന്നെ കെട്ടിവെച്ച് വരെയും തല്ലിയിട്ടുണ്ട്. അമ്മയുടെ വിചാരം പോണത് ആരുടെയെങ്കിലും കട്ടെടുക്കണമെന്നാണെന്ന്. ഇന്ന് ഈ നേരം വരെ അത് ഞാൻ ചെയ്തിട്ടില്ല. അഞ്ജന കാണിച്ചിട്ടുമില്ല, ഒന്നുമില്ല. വേസ്റ്റ് പെറുക്കി ഇപ്പോഴും വിൽക്കുന്നുണ്ട്, അന്നും ഉണ്ട് ആ ഒരു ശീലം. പിന്നെ ഞാൻ കട്ടെടുത്തിട്ടില്ല എന്ന് പറയുന്നില്ല. കശുമാവെ കയറും, തൊപ്പിയൊക്കെ വെച്ച് ഈ ജീൻസൊക്കെ വെച്ച് മുടിയൊക്കെ എടുത്ത് വെച്ചിട്ട് കശുമാവെ കയറിയിട്ട് ഈ മുണ്ട് മടക്കി കുത്തിയിട്ട് പച്ചണ്ടി പറിക്കും. പച്ചണ്ടി പറിച്ച് അതിനകത്ത് ഇട്ടിട്ട് ഞാൻ വീട്ടിൽ വന്ന് ചൂടുവെള്ളം ഉണ്ടാക്കും. ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ട് ഇത് മുരിക്കത്തില്ല, അതിലോട്ടിടും. അപ്പോൾ പച്ച കളറുള്ളത് ഈ പഴുത്തതുപോലെ ആവും. നോക്കി ഒരു ചിരിയൊക്കെ ചിരിച്ച് ആ വെള്ളം അങ്ങ് കളഞ്ഞിട്ട് പിന്നെ ഞാനിപ്പോൾ ശരിയാക്കി തരാടാന്നുള്ള ഒരു മട്ടിൽ അന്നുകൊണ്ട് ഈ ഒരു ഇത് മണ്ണിലോട്ട് വാരിയിടും. മണ്ണിലോട്ട് വാരിയിടും. വൈകുന്നേരം ആകുമ്പോൾ അതിൻ്റെ കളർ മാറി ഉണക്കണ്ടി പോലെ അത് മുരുക്കിയിട്ട് പൂച്ചാക്ക കൊണ്ടുപോകും. പൂച്ചാക്ക കൊണ്ടുപോയിട്ട് തൂക്കി കൊടുക്കും. തൂക്കി കൊടുത്തിട്ട് കാശ് മേടിക്കും. 10 പൈസയ്ക്ക് 1 കിലോ കപ്പ കിട്ടും, ചെറിയ കപ്പ. അതും മേടിച്ച് 10 പൈസയ്ക്ക് ചാളയും മേടിച്ച് തലയിൽ വെച്ച് ചുമന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ഒരു സിന്താവ വന്നു. കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ഇതായിരുന്നു. ഞാനും അതിനകത്തോട്ട് കയറി. ഒരു ദിവസം ജയിലിൽ കിടന്നു. കൈക്കശ്ശേരി പാണാവള്ളി. അതെന്തിനാ വന്നോടിക്ക് ജാഥ കയറിയത്? അതല്ല പറഞ്ഞ, എനിക്ക് എന്തിനും ഒരു കൊടിയും അതും ഇതുമൊക്കെ കണ്ടപ്പോഴേ ഞാൻ അങ്ങോട്ട് ഓടിക്കയറി. അവിടെ ചെന്നപ്പോ ഇവര് കപ്പയും ചാളയൊക്കെ ചെയ്യുന്നു. ഇവര് പുറത്തു വിടൂലല്ലോ. ഇവരുടെ വിചാരം പോണത് ഇവിടത്തിലുള്ളവരുടെ. അമ്മ അന്വേഷിച്ചൊക്കെ നടന്നു. അപ്പൊ ഞാൻ അന്നും ചെയ്തു. പോലീസുകാർക്ക് ഒരു പണി കൊടുക്കണമെന്ന് വിചാരിച്ചു. ഞാൻ അവിടെ നോക്കിയപ്പോ ഇവര് പോളിഷ് ചെയ്യുന്ന ഒരു ചുമന്ന ഡബ്ബിക്കകത്ത് എന്തൊക്കെയോ കറുത്തതും പിടിച്ചതൊക്കെ ഇല്ല. അപ്പൊ ഞാൻ അതിലൊക്കെ വരച്ചൊക്കെ വെച്ച് അവരുടെ ഉപ്പയിലൊക്കെ പോലീസുകാരുടെ ചിലവര് വന്ന് ചെവിക്ക് പിടിച്ചു. അത് ഞാൻ കൈക്കൊക്കെ പിടിച്ചിട്ടു. ഇവന്മാരെന്തിനാ നമ്മളിവിടെ ഇട്ടേക്കണത്, എന്ത് ചെയ്തിട്ടാ എന്നൊക്കെ പറയും. കൂടെ വന്ന് ആരും പറഞ്ഞില്ല അപ്പൊ ഈ ആള് പറഞ്ഞില്ല. എല്ലാത്തിനും ഇതല്ലേ സിന്താവ് വിളിക്കണ. അന്നത്തെ ഒരു ലഹരിയാണല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ലഹരിയാണെന്ന്. എന്റെ കൂടെ ജയിലിലും കിടന്നു. പിറ്റേ ദിവസം ഇങ്ങോട്ട് വന്നു. അപ്പൊ ഈ ചാളയൊക്കെ ചീഞ്ഞും പോയി. ചാളയൊക്കെ ചീഞ്ഞും പോയി. കപ്പ എടുത്തു ഞാൻ. കപ്പ കിട്ടില്ല. ചാളയൊക്കെ അവിടെ അവരുടെ റൂമിൽ ഇട്ടേച്ചു. അവര് തൂത്ത് വരട്ടെ എന്ന് വിചാരിച്ചു. അന്ന് എനിക്ക് ഒരു 12 വയസ്സുണ്ട്. ഈ 12 വയസ്സുള്ള കൊച്ചിനെ പിടിച്ചോണ്ട് പോയത്? പിന്നല്ലാണ്ട് അവരുടെ അമ്മ ഈ അവര് പിടിച്ചതൊന്നുമല്ല. വണ്ടി വന്ന് കയറണമെന്ന് പറഞ്ഞപ്പോ നല്ല വണ്ടി, നല്ല ഊട്ടയൊക്കെ ഉള്ള വണ്ടി. പോലീസ് ജീപ്പ് കണ്ട് ആസ്വദിച്ച് കയറിയതാണ്. ജീപ്പല്ലല്ലോ, ഈ വലിയ ഒരു വണ്ടി, വാനായിരുന്നു. പോലീസ് വാനാണ് വന്നത്. അപ്പൊ അതിനകത്തൊക്കെ റൗണ്ട് പോലത്തെ ഊട്ടേക്ക. അപ്പൊ എനിക്ക് അത് ഒരു ഹരം. വണ്ടിയല്ലേ, അത് പോലീസിന്റെ ആയാലും ആരായാലും കുഴപ്പമില്ല, വണ്ടി കിട്ടിയാ മതി. ഓടി കയറി. അപ്പൊ പോയി പാണാവള്ളി. അവരെ ഇറക്കി വിടാൻ ശ്രമിച്ചിട്ടും പോയില്ല എന്നുള്ള സത്യം. അപ്പൊ പിടിച്ചിരുന്നത് ഞാൻ കൂടാ. അപ്പൊ അങ്ങനെയൊക്കെ ഓരോ ഇതില് വന്ന് കോട്ടയത്തോട് പോയി. കോട്ടയത്ത് ചെന്ന് ഇവന് എൻ്റെ ഏട്ടൻ ഈ ബസ് ഓടിക്കുന്ന നോക്കുമ്പോൾ അയാൾ പറഞ്ഞു, ഇവിടെ വന്ന് എരൂര് വന്ന് എൻ്റെ ഇളയച്ചനും എൻ്റെ ചേട്ടനൊക്കെ കൂടി വരുമ്പോൾ ഇത്രയും വെള്ളത്തിൽ ഒരു വീടിരിക്കുന്നത്, ഒരു ഷെഡ് പോലത്തെ. എൻ്റെ സഹോദരൻ കെട്ടാൻ വന്ന പെണ്ണിൻ്റെ വീട് കാണാൻ വന്നു. അപ്പോൾ ഇളയച്ചൻ അങ്ങനെ തന്നെ നീന്തിയ കാല് പുറകോട്ട് വെച്ച്. അളിയന് അത് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എൻ്റെ ചേട്ടായി പറഞ്ഞു നമുക്ക് വേണ്ട. വീട്ടിൽ വന്നു എൻ്റെ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ, ദുരിതത്തിന്ന് ഇങ്ങോട്ട് വന്നിട്ട്, ഞങ്ങളുടെ വീടെന്ന് പറയുമ്പോൾ ഞാൻ തോട്ടിൽ പോയി ചെളിയൊക്കെ വാരി, അന്ന് ഒരു തരം ചെളിയുണ്ട്, ചെളി എടുത്തിട്ട് ഇതിൽ റൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിലിട്ട് ചവിട്ടി കൂട്ടിയിട്ട് നമ്മുടെ വീടിന് ഭിത്തിക്ക് തേച്ച്, അങ്ങനത്തെ ഒരു വീടാണ് ഞങ്ങളുടേത്. വലിയ വീടല്ല, ഓലപ്പെരയാണ്.